കൊളാബറേഷൻ്റെ ഭാഗമായി 6000 വാച്ച് സർവീസസ് മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ ക്ലിയർലി പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാൽ പിന്നീട് നിങ്ങൾ അമ്മയോടൊപ്പം വന്ന് ഏകദേശം 14000 വാച്ച് സർവീസസ് ചെയ്തു. ഓരോ സർവീസസിൻ്റെയും എമൗണ്ട് സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 6000-ന് മുകളിലുള്ള ബാലൻസ് പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും കൊളാബറേഷൻ്റെ ഭാഗമായി വേവ് ചെയ്യണം എന്ന സിറ്റുവേഷൻ വന്നു. ഓരോ ക്രിയേറ്ററിൻ്റെയും വാല്യൂ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. വാല്യൂ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഫസ്റ്റ് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും 6000 രൂപയുടെ തരാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലാന്ന് ഞാൻ തർക്കിക്കുന്നില്ല, കാരണം നമ്മുടെ തെളിവില്ല. പക്ഷെ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ഓരോ ക്രിയേറ്ററിൻ്റെയും വാല്യൂ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന്. 1,82,000 ഫോളോവേഴ്സ് ഉള്ള ഒരാളുടെ അവരുടെ വാല്യൂ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 6000 മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്ര മാത്രമേ ഡിസ്കൗണ്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? കുഡൂസ് മീഡിയ, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും സുപരിചിതമായിരിക്കും ഈ ഒരു പേര്. നമ്മുടെ കരിക്കുണ്ടല്ലോ, കുടിക്കുന്ന കരിക്കല്ല, യൂട്യൂബിലെ കരിക്കിനെ പോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ കുഡൂസ് മീഡിയ എന്ന് പറയുന്നത്. കരിക്ക് കുറച്ചായിട്ട് ഇപ്പം അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഓണത്തിലെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു ഒരൊറ്റ വീഡിയോ, പക്ഷേ ഇല്ല, പോട്ടെ, അവർ സിനിമയുടെയൊക്കെ പുറകെയാണ്, സോ അതുകൊണ്ടായിരിക്കാം. പിന്നെ അലമ്പൻസ്, എനിക്ക് കരിക്ക് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു യൂട്യൂബ് ചാനലായിരുന്നു. ഈ ഒരു കൈൻഡ് ഓഫ് ഈ കോമിക് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു അടുത്ത ഗ്രൂപ്പായിരുന്നു അലമ്പൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ വീഡിയോസ്. അത് കഴിഞ്ഞാൽ പിന്നിപ്പോൾ കുഡൂസ് മീഡിയ, എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവരുടെ വീഡിയോ ഒക്കെ കാണാൻ ഞാൻ ഇടയായത്. ഇപ്പോൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലെ ഒരു പെൺകുട്ടി, ആദിത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളുടെ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ പറ്റിക്കപ്പെട്ടതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ആരവളെ പറ്റിച്ചു എന്നല്ലേ, ഒരു സ്ഥാപനം, കൊല്ലത്തുള്ള ഒരു സ്ഥാപനം, ഒരു സലൂൺ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ ഞാൻ വീണ്ടും ഊന്നിപ്പറയും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർക്ക് തീരെ വിവരമില്ലേ എന്ന് തന്നെ ഞാൻ ചോദിക്കും. ഒരാളെ പ്രൊമോഷന് വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് പൈസ കൊടുക്കുന്നില്ല, അവരുടെ സർവീസസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ആ സർവീസസിൽ പോലും പകുതി പൈസ അത് നിങ്ങൾ അടച്ചേ പറ്റുള്ളൂ. ആ തരത്തിലുള്ള, അല്ലെങ്കിൽ 6000 രൂപ മാത്രമേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉള്ളൂ, നിങ്ങൾ വന്ന് പരിപാടി ചെയ്യണം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിടികിട്ടിയോ? പ്രത്യേകിച്ച് ഈ ആദിത്യ എന്ന് പറയുന്ന ഈ കുഡൂസ് മീഡിയയിലൊക്കെയുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആവാറായി. പിടികിട്ടിയോ? അല്ലാതെ 20,000 30,000 ഫോളോവേഴ്സ് അല്ല. അങ്ങനൊരാളെ ഒരു പ്രൊമോഷന് വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൈസ കൊടുക്കാതെ ഈ ബാത്ത് കൊളാബ് എന്ന് പറയും, അതിനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഫുള്ള്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊമോഷൻ ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് മൊത്തത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സലൂണാണ് ഇവരുടെ, ഒരു സലൂണിലേക്ക് വിളിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതാണ് ഒരു മാന്യത എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ പക്ഷെ അതല്ല ചെയ്തിരിക്കുന്നത്, വെറും തെമ്മാടുത്തരം. എന്നിട്ട് പിന്നെ വന്നിരുന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഓണർ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താണെങ്കിലും നിങ്ങൾക്ക് ആദിത്യയെ ഞാൻ ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങളിൽ കുറേ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദിത്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാണ് ആദിത്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ആദിത്യ അഭിഷേക് എന്ന് പറഞ്ഞ്. കണ്ടല്ലോ, 181K ഫോളോവേഴ്സ് ആ പെൺകുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട്. ഇതാണ് ആ പെൺകുട്ടി. ഞാൻ നിങ്ങൾക്കായിട്ട് ഇവരുടെ ഒരു വീഡിയോ നോക്കട്ടെ, ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെ കാണിച്ചു തരാം. ബാക്കി ഞാൻ മ്യൂസിക് ഇല്ലാതെ കേൾപ്പിക്കാം, കണ്ടോ നിങ്ങൾ? സോറി, കാണിച്ചു തരാം. അത് വേറൊന്നും കൊണ്ടല്ല, ബാക്ക്ഗ്രൗണ്ട് ഒരു പാട്ട് കയറി വരുന്നുണ്ട്, കോപ്പിറൈറ്റ് എനിക്ക് മേടിക്കാൻ വയ്യ, അതുകൊണ്ട്. കണ്ടല്ലോ, നമ്മുടെ അമീൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുന്നത് ആ പെൺകുട്ടിയാണ്, അമീൻ്റെ മറ്റേ പയ്യനുണ്ട്. അപ്പോൾ ഇതാണ് ആദിത്യ. വേണ്ട, പാട്ട് കേൾപ്പിക്കണ്ട, മൊത്തത്തിൽ പാട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദിത്യ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടിപൊളി വീഡിയോസാണ് ഇവരുടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ എല്ലാ വീഡിയോസും. പിന്നെ ലെങ്ത് ഉള്ള വീഡിയോസ് ഭയങ്കര കുറവാണ്, കൂടുതലും ഈ ചെറിയ ഷോർട്സ് ഒക്കെയാണ് ഇവരുടെ കയ്യിൽ കൂടുതൽ. പക്ഷേ അടിപൊളിയാണ്. കണ്ടല്ലോ, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. എനിക്കൊന്ന് മറ്റേ ആ നീളമുള്ള, എന്തായിരുന്നു അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്താണെങ്കിലും അവൻ മാത്രമില്ല, ബാക്കി എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. ഇതാണ് ആദിത്യ. അപ്പോൾ ഈ പെൺകുട്ടി
കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു വീഡിയോ, അവൾക്ക് ഉണ്ടായ ഒരു ദുരനുഭവം, ഇതെല്ലാവരും പ്രത്യേകിച്ച് ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകൾ മാത്രം അറിഞ്ഞിരിക്കണമെന്നൊന്നും അല്ല, എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നാളെ ഗുണം ചെയ്തേക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി തിരിച്ച് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിൽ മടിക്കാതെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ആദിത്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. ഇന്നലെ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൊല്ലത്തുള്ള ഒരു സലൂണാണ്, ബ്യൂട്ടി സലൂണാണ്, സലൂൺ ഡേ ആർ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചിരുന്നത് ബാർട്ടർ കൊളാബ് ആയിരുന്നു. അങ്ങനെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് വേണ്ടുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 6000 രൂപയുടെ ഫ്രീ സർവീസ് വരെ ഉണ്ട്, മാമിന് ഇഷ്ടമുള്ള സർവീസസ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഒരൊറ്റ സെക്കൻഡേ, ഈ ബാർട്ടർ കൊളാബ് എന്താ സംഗതി എന്ന് പിടി കിട്ടിയല്ലോ. ഞാൻ തുടക്കത്തിൽ അതൊക്കെ പറഞ്ഞിട്ട് പോയത്, അത് വേറെ ഒന്നും കൊണ്ടല്ല. അത് കറക്റ്റ് അതെന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇല്ലാതെ നിങ്ങൾ ഈ പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. ബാർട്ടർ കൊളാബ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു മുഖത്തിരുന്ന ഒരു സൺസ്ക്രീനിൻ്റെ ഒരു പ്രൊമോഷൻ നമ്മളെ വിളിച്ചു, പൈസ ഒന്നും തരത്തില്ല, പക്ഷെ ആ പ്രൊഡക്റ്റ് നമുക്ക് സ്വന്തമായിട്ട് തരും. പിടി കിട്ടിയോ? പൈസ ഇല്ലാത്ത സാധനം. ഇപ്പോൾ ഒരു സലൂണിൻ്റെയാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ സലൂണിലെ ഇവർക്ക് ഈ പെൺകുട്ടിക്ക് ആവശ്യമുള്ള സർവീസസ് ഇവൾ പറയും, അത് ഇവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. ആ ചെയ്തു കൊടുക്കുന്നത് വീഡിയോ ആക്കും, എന്നിട്ട് അത് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇടുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയായിട്ട് കൊളാബ് ചെയ്യും, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അകത്ത് ആ സാധനം അങ്ങ് ഇടും. അതാണ് ബാർട്ടർ കൊളാബ്. പിടി കിട്ടിയോ? അവർ ഈ പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന സർവീസസ് എല്ലാം ഷൂട്ട് ചെയ്ത് അവർ ഇടുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യും, കൊളാബ് ചെയ്യും. അവിടെയും ഇവിടെയും കാണും, ഇവളുടെ ഇതിനകത്തും ഈ വീഡിയോ കാണും, അവരുടെ ഇതിനകത്തും ആ വീഡിയോ കാണും. ഓക്കെ, പൈസ ഒന്നും ഉണ്ടാവത്തില്ല, സർവീസ് ഫ്രീ. ഇതാണ് ബാർട്ടർ കൊളാബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാർട്ടർ കൊളാബ് ചെയ്യുമ്പോഴത്തേക്ക് പൈസ ഒന്നും കിട്ടത്തില്ല, പക്ഷെ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കണം. സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കണം, അല്ലാതെ ഡിസ്കൗണ്ട് അല്ല. മനസ്സിലായല്ലോ? ഇനി ബാക്കി കേൾക്കാം. എനിക്കൊരു ഡൗട്ട് വന്നുകൊണ്ട് അപ്പോൾ ഞാൻ അവർക്ക് റീമെൻഷൻ ചെയ്തു, ഇത്രയും സർവീസ് ആണ് എനിക്ക് വേണ്ടത്, നിങ്ങളുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവരുടെ എക്സ്പെൻസിന് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അതിന്റെ മെസ്സേജിന് അവർ ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്ന് ഞാൻ അവിടെ പോയി, ഞാൻ പറഞ്ഞ സർവീസസ് മാത്രം ചെയ്ത് തിരിച്ചു വന്നു. അത് 1 ഡേ കഴിഞ്ഞപ്പോഴത്തേനും ഇവർ സ്റ്റാഫ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു മാം ചെയ്ത സർവീസസിന്റെ പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല, അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന്. അപ്പോൾ ബാർട്ടർ കൊളാബ് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഇവരെന്നെ വിളിച്ച് പേയ്മെന്റ് ചോദിക്കുമ്പോൾ പിന്നെ കൊളാബിന്റെ അർത്ഥം എന്താണ് പിന്നെ അവിടെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ പേയ്മെന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ കൊളാബറേഷൻ കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ സോറി മാം മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ആദ്യത്തേക്ക് 6000 റുപ്പീസിന്റെ ഒരു ഡിസ്കൗണ്ട് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഏത് സർവീസ് വേണമെങ്കിലും ചെയ്യാം, അതിലൊരു 6000 റുപ്പീസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്യണം, ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ എന്നോടും ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവരുടെ സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ മൂവ് ചെയ്യത്തുള്ളായിരുന്നു. ഇൻഫാക്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കൊളാബ് ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു അവർക്ക് സംഭവിച്ച ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. എന്നിട്ട് അവർ പറയുക ഇൻ കേസ് ഇങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചാലും നിങ്ങളെ പോലുള്ള ക്രിയേറ്റേഴ്സ് കൊളാബ് ചെയ്യാൻ പോകുമ്പോൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കയറി ചെല്ലാനുണ്ട് കൊളാബറേഷന്. ആൻഡ് അത് കൂടാതെ കൊളാബിനെ വിളിച്ചെന്നും പറഞ്ഞ് അവിടെ കയറി എന്തും ചെയ്യാന്നല്ല അതിന്റെ അർത്ഥമൊന്നും. അപ്പൊ അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ പോലെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഇവരുടെ കൊളാബറേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് ചെയ്ത സർവീസസിന്റെ ഫുൾ പേയ്മെന്റ് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ചെയ്യാൻ അറിയാത്ത ബ്രാൻഡ് ഓണേഴ്സിനോടാണ്, അറിയാൻ വയ്യെങ്കിൽ ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏൽപ്പിക്കുക. അതല്ലാണ്ട് മിസ്കമ്മ്യൂണിക്കേഷൻ എന്നും പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ മെക്കിട്ട് കയറി അവരോട് കൊളാബറേഷൻ പോയി പഠിക്കൂ എന്ന് പറയല്ല ചെയ്യേണ്ടത്. അപ്പൊ അറ്റ്ലാസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ബോധവും വിവരവും ഇല്ലാത്ത ബ്രാൻഡ് ഓണേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ കൊളാബറേഷന് പോകുന്നതിന് മുമ്പ് ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് പോവുക, കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആക്കാൻ നോക്കുക. ഇവിടെ ക്ലാരിഫിക്കേഷൻ ചെയ്താലും പ്രശ്നമാണ്, അതുകൊണ്ട് ഡബിൾ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് പ്രൊമോഷന് പോവുക. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബി വെയർ. എന്തായാലും ആദിത്യ ആ ഒരു പൈസ സെറ്റിൽ ചെയ്തല്ലോ, അത് വലിയൊരു മാന്യത കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ നിങ്ങളത് ചെയ്തല്ലോ, നല്ല കാര്യം. പോകാൻ പറ അവരോട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത്
ഒരു കഫേ തുടങ്ങി. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത്. അത് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. എന്തായാലും കഫേ തുടങ്ങി. ആ കഫേയിലേക്ക് പുതിയൊരു കഫേയാണ് പ്രൊമോഷന് വേണ്ടി വെറും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അവർക്ക് ഉള്ള ആ ഒരു ഫോളോവർ എന്ന് പറയുന്നത് അത് ഭയങ്കര വലുത് തന്നെയാണ്. എന്നാലും കുറവാണ്. ഒരു 6000 ഫോളോവേഴ്സ് 7000 ഫോളോവേഴ്സ് എന്തോ ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഇൻഫ്ലുവൻസറിനെ വിളിക്കുന്നു പ്രൊമോഷന്. അവർ വരുന്നു. അവർ കുടുംബത്തോടെയാണ് വരുന്നത്. അച്ഛൻ, അമ്മ, അനിയത്തി, ചേട്ടൻ, ചേച്ചി ഇങ്ങനെയാണ് വരുന്നത്. ഒരു കഫേയുടെ ഉദ്ഘാടനത്തിനാണ് വരുന്നു. അവിടുന്ന് നല്ല രീതിയിൽ ഒരാളല്ല എല്ലാവരും വയറ് നിറച്ച് പറഞ്ഞതെല്ലാം മേടിച്ച് കഴിക്കുന്നു. കൂടാതെ 5000 രൂപയും പുതിയൊരു കഫേ അവരുടെ 5000 രൂപയും മേടിച്ചുകൊണ്ടാണ് പോയത്. മനസ്സിലായോ? അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനപ്പോൾ ചോദിച്ചു, എടാ പുതിയൊരു കഫേ വന്ന ആൾക്കാണെങ്കിൽ ഇത്രേ ഉള്ളൂ, 6000 അത്രേ ഉള്ളൂ, എന്നിട്ട് 5000 രൂപയും വീട്ടിൽ നിന്ന് കുടുംബക്കാരെ എല്ലാവരെയും വിളിച്ചോണ്ട് വന്ന് വയറ് നിറച്ച്. അവൻ പറയുന്നുണ്ടായിരുന്നു ഏകദേശം 14,000 മേളിൽ ഫുഡ് തന്നെ കഴിച്ചു. 5000 രൂപയുടെ മറ്റേ കാശും മേടിച്ചുകൊണ്ട് പോയി. ഇതാണ് ഇവിടെ നടക്കുന്നത്. പിടികിട്ടിയോ? ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. ആദിത്യയല്ല, ഈ ആദിത്യയുടെ മറ്റേ സലൂൺ ഉണ്ടല്ലോ, പ്രൊമോഷന് വിളിച്ച് നടത്തിയ അവരെ പോലുള്ള ആളുകൾ. ഓക്കെ, എന്നിട്ടും അവരതൊക്കെ കൊടുത്തു വിടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? ഒരു മാന്യത എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഈ പെൺകുട്ടിക്ക് 1,82,000 ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് 6000 രൂപയുടെ ഡിസ്കൗണ്ട്. അത് പറയാൻ തന്നെ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക്? ആ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറോടാണ്. മൊത്തത്തിൽ എന്താ ഒരു 14,000 രൂപയുടെ ബില്ലെന്തോ ആണ് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ കൂടെയൊക്കെ എന്താണ്ടാ പോയത്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ഈ വീട്ടുകാരെയും കൂടെ കൊണ്ടുപോയി അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം. കാരണം പൈസ മേടിക്കുന്നില്ല. വാട്ടർ കൊളാബ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം മേടിക്കുന്ന പൈസയുടെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആളെ കൂടെ കൊണ്ടുപോയത്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ എന്താണെങ്കിലും 14,000 രൂപയല്ലേ ആയുള്ളൂ. ഈ 1,82,000 ഫോളോവേഴ്സ് ഉള്ള ആൾക്ക് വേണ്ടി സ്വന്തം സ്ഥാപനത്തിൻ്റെ പ്രൊമോഷൻ ഒരു 14,000 രൂപ മുടക്കാനില്ലാത്ത സലൂൺ എന്തിനാ ഈ പ്രൊമോഷനൊക്കെ നടത്താൻ ഇരിക്കുന്നത്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാ പ്രൊമോഷനൊക്കെ നടത്താൻ ഇരിക്കുന്നത്? എന്താണെങ്കിലും ആദിത്യയുടെ ഈ വീഡിയോയുടെ അടിയിൽ കുറച്ച് കമൻസ്. ഫസ്റ്റ് കമൻറ്റ് ഇതാണ്: ക്ലിയർ സലൂണ്ടർ വളരെ മോശം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആ സലൂണിനെ ടാഗ് ചെയ്തിട്ട് വളരെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമൻറ്റ്സ് ഉണ്ട്. ഇതിൽ ആ ലേഡി, അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അതാണ് വായിക്കേണ്ടത്. ഞാനത് നേരത്തെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. യെസ്, രശ്മി രാജ് എന്നാണ് അവരുടെ പേര്. അവരിട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: യൂഷ്വലി ഐ ഡോണ്ട് റിയാക്ട് ടു സച്ച് തിങ്സ്. പക്ഷേ എൻ്റെ ബ്രാൻഡ് നെയിമിനെയും എന്നെയും പേഴ്സണലി മോശമായി പോർട്രേ ചെയ്യുന്ന രീതിയിലാണ് പോസ്റ്റ് വന്നതുകൊണ്ടും എന്നെ അറിയുന്ന ഫ്രണ്ട്സും ക്ലയൻസും കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടുമാണ് ഈ ക്ലാരിഫിക്കേഷൻ. എന്തിനാണ് അവർക്കൊക്കെ കൺഫ്യൂഷൻ വരേണ്ട കാര്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ വാട്ടർ ക്ലബിനെ ആളെ വിളിച്ചു, അയാളെ പറ്റിച്ചു, അത്രേ ഉള്ളൂ. അതിനകത്ത് കൂടുതലൊന്നും ഇല്ല. പറ്റിച്ചു ഇൻ ദ സെൻസ്, ഞാൻ ചോദിക്കട്ടെ, ഈ 14,000 രൂപ, ഈ 1,82,000 ഉള്ള ഒരാൾക്ക് 14,000 രൂപ മുടക്കാൻ നിങ്ങൾക്ക് വയ്യേ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷന്? അതെന്ത് മോശമാണ് ചേച്ചി? അങ്ങനെ ഞാൻ ചോദിക്കുകയുള്ളൂ. ടു രശ്മി രാജ്. പിന്നെ എന്തിനാ നിങ്ങൾ പ്രൊമോഷൻസ് ഒക്കെ നടത്തുന്നത്? ഫ്രീ ആയിട്ട് ചെയ്ത് തരണോ എല്ലാവരും? ഫ്രീ ആയിട്ട് നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സർവീസസ് അത്രയ്ക്ക് ഗംഭീരമായിരിക്കും എന്ന് വെച്ചിട്ട് വെറുതെ വന്നെങ്കിരുന്ന് ചെയ്തു കൊടുക്കണോ? ഇല്ല, പൈസ കൊടുക്കണം, അപ്പോഴേ പ്രൊമോഷൻ നടക്കൂ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. മാർച്ച് 13 ഞങ്ങളുടെ സലൂൺ പേജിൽ നിന്ന് കൊളാബറേഷനിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾ ഒരു റീലിന് 25,000 രൂപ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ്, മിനിമം ഈ 1,82,000 ഒക്കെ ഉള്ള ആൾക്കാർ അത്രയെങ്കിലും ചാർജ് ചെയ്യും. പിടികിട്ടിയോ? അതൊക്കെ കുറവാന്നേ ഞാൻ പറയുള്ളൂ. അതിൽ കൂടുതൽ ചാർജ് ചെയ്യും. കൊടുക്കാനിവിടെ ആൾക്കാരുണ്ട്. എന്തിനാ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കണ്ട കാര്യമാണ്. 6,000-7,000 ഫോളോവേഴ്സ് ഉള്ള അയാൾ 5,000 രൂപ മേടിക്കുന്നത്. അതൊക്കെ കുറച്ച് ഓവറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറാണെന്ന് തന്നെ ഞാൻ പറയും. പിടികിട്ടിയോ? പക്ഷെ അതുവരെ കൊടുക്കാൻ അറിയാത്തവരത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിവ് കൂടിയത് കൊണ്ടാണോ ഈ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളവരെ വരെ ഇങ്ങനെ ഇത്ര തരത്തോളം വിട്ടോ? ഇത് പിച്ചക്കാരാ? അവർ ചിലപ്പോൾ മിണ്ടാതിരിക്കും ഇന്നത്തെ കാലത്ത്. അല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്തു തരുന്ന ആളുകൾ മിണ്ടാതിരിക്കത്തില്ല ഈ പരിപാടി കാണിച്ചാൽ. ഞാൻ ബാക്കി വായിക്കാം. ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ റേറ്റ് സ്യൂട്ടബിൾ അല്ലാത്തതിനാൽ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞങ്ങൾ കോൺവെർസേഷൻ അവസാനിപ്പിച്ചു. പിന്നീട് ഓഗസ്റ്റ് 17 നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പേജിലേക്ക് മെസ്സേജ് ചെയ്തത്. വാട്ടർ കൊളാബ്
എവിടെയൊക്കെ വാട്ടർ കൊളാബ് എന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്, സോറി, ബാട്ടോ കൊളാബറേഷന് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചത് മാർച്ച് 13 കോൺവെർസേഷനും ഓഗസ്റ്റ് 16 നിങ്ങളുടെ മെസ്സേജും സ്ക്രീൻഷോട്ട്സ് ആയി എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയവർക്ക് അവിടെ നോക്കാം. ഓക്കെ, ഞാൻ നോക്കാം ചേച്ചി. അതിന് മുമ്പായിട്ട് അതൊക്കെ പോയി കാണുമോ? എനിക്ക് തോന്നുന്നു അതൊക്കെ ഇല്ല, നമുക്ക് നോക്കാം. അപ്പൊ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു അല്ലേ? നിങ്ങൾക്ക് അപ്പം മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിടണ്ടായിരുന്നോ? അല്ല, ആദ്യത്തെ എന്തിനാണ് പിന്നെ മെസ്സേജ് അയക്കാൻ പോയത്? സ്വന്തം വില എന്തിനാണ് കളയാൻ പോയത്? നിങ്ങൾ എമൗണ്ട് പറഞ്ഞു, അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു, അവിടെ തീർക്കേണ്ടതല്ലായിരുന്നു അത്? പിന്നെ അങ്ങോട്ട് പോയി മെസ്സേജ് ഇട്ടതിൻ്റെ ഒരു പിന്നിലെ ഒരു ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളൊരു എമൗണ്ട് പറഞ്ഞു, അവർക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞു, അവിടെ തീർക്കണം. പിന്നെ പുറകെ ചെന്ന് ബാട്ടോ കൊളാബ് വേണോ മറ്റേത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. അപ്പം എന്താണെങ്കിലും അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ ഈ രശ്മിയോടാണ് വേണ്ട വിട്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ മേലായിരുന്നോ? നിങ്ങളെന്താ പറയാഞ്ഞത്? എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞു വിടായിരുന്നല്ലോ. നിങ്ങൾക്ക് നാവില്ലായിരുന്നു ആ സമയത്ത്? കാരണം ആദ്യമേ നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഇത്ര എമൗണ്ട് പറഞ്ഞു. പറ്റത്തില്ല നിങ്ങളെ കൊണ്ട്, അവിടെ തീർക്കുക. പിന്നെ അവർ ഇങ്ങോട്ട് വന്നാലും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. ഇഫ് യു ആർ എ പ്രൊമനന്റ് ഒരു എന്താണ് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആണെങ്കിൽ ജസ്റ്റ് ഗോ. അതായിരുന്നു ചെയ്യേണ്ടത് അല്ലേ? കൊളാബറേഷൻ്റെ ഭാഗമായി 6000 വേർഡ് സർവീസസ് മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്ന് ഞാൻ ക്ലിയർലി പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാൽ പിന്നീട് നിങ്ങൾ അമ്മയോടൊപ്പം വന്ന് ഏകദേശം 14000 വേർഡ് സർവീസസ് ചെയ്തു. ഓരോ സർവീസസിൻ്റെയും എമൗണ്ട് സ്റ്റാഫ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 6000-ന് മുകളിലുള്ള ബാലൻസ് പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതും കൊളാബറേഷൻ്റെ ഭാഗമായി വേവ് ചെയ്യണം എന്ന സിറ്റുവേഷൻ വന്നു. ഓരോ ക്രിയേറ്ററിൻ്റെയും വാല്യൂ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. വാല്യൂ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഫസ്റ്റ് തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും 6000 രൂപയുടെ തരാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലാന്ന് ഞാൻ തർക്കിക്കുന്നില്ല, കാരണം നമ്മുടെ തെളിവില്ല. പക്ഷെ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ളത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ഓരോ ക്രിയേറ്ററിൻ്റെയും വാല്യൂ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന്. 1,82,000 ഫോളോവേഴ്സ് ഉള്ള ഒരാളുടെ അവരുടെ വാല്യൂ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 6000 മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്ര മാത്രമേ ഡിസ്കൗണ്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്താ? അല്ല, അതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്ലീസ്, നിങ്ങൾ തന്നെയാണ് ഇത് എഴുതിയിട്ടിരിക്കുന്നത്, നിങ്ങൾ തന്നെ അപ്പം അതിന് ഉത്തരം തരണം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? വാല്യൂ കൊടുക്കുന്നു എന്നും പറയുന്നു. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് ഇത്രയും 6000 രൂപയുടെ മാത്രം ഡിസ്കൗണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ? കഴുത്തറപ്പാണോ നിങ്ങളുടെ സലൂൺ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. പെയ്ഡ് കൊളാബറേഷനിലും ബാട്ടോ കൊളാബറേഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ 6000 ക്ലിയർലി എഗ്രീഡ് ചെയ്ത ശേഷം 14000 വേർഡ് സർവീസസ് മുഴുവൻ കൊളാബറേഷനായി കണക്കാക്കുന്നതിൽ എനിക്ക് ശരിയെന്ന് തോന്നിയില്ല. എൻ്റെ ഭാഗത്ത് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും പേഴ്സണലി സോറി പറയുകയും ചെയ്തിട്ടുണ്ട്. അതും സംഭവിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സോറി ചോദിച്ചിട്ടുണ്ട്. എന്തിനാ വെറുതെ സോറി ചോദിക്കാൻ പോയത്? മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി, അതിൻ്റെ ആവശ്യം എന്താ? അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഇതൊന്നും അല്ലല്ലോ പറയുന്നത്. അവർ അക്സെപ്റ്റ് ചെയ്തതാണ്, അതിനുശേഷം അവർ മാറ്റി പറയുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് സോറി പറയേണ്ട ആവശ്യം? ഓക്കെ, പേരിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെയും 10 വർഷമായി കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ബ്രാൻഡിനെയും മോശമായി പോർട്രേറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് ഏകദേശം 50 സ്റ്റാഫ് മെമ്പേഴ്സ് ഈ ബ്രാൻഡിൻ്റെ ഭാഗമാണ്. 50 സ്റ്റാഫ് മെമ്പേഴ്സ് ഉള്ള ഒരു സ്ഥാപനത്തിലെ ഉടമസ്ഥ നിങ്ങൾക്ക്, വീണ്ടും ഞാൻ പറയും, 1,82,000 ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് 6000 മാത്രമേ ഡിസ്കൗണ്ട് തരാൻ പറ്റൂ, നിങ്ങൾ ചെയ്തു തരണം ബാട്ടോ കൊളാബ് എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ക്ലാരിഫിക്കേഷൻ ആരെയും അറ്റാക്ക് ചെയ്യാനോ കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അല്ല, മനസ്സിലായി? എന്നെ അറിയുന്നവർക്കും ക്ലയൻസിനും നടന്നത് എന്താണെന്ന് ക്ലാരിറ്റി ഉണ്ടാകണം എന്നത് മാത്രം. ഇനിയും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി DM ചെയ്യാം. ഇവിടെ നടന്നത് ഇത്ര മാത്രമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പം ഹാപ്പി ഓണം രശ്മി. ഓക്കെ, രശ്മി എന്നല്ലേ പേര്? നോക്കട്ടെ. യെസ്, രശ്മിയെ നോക്കട്ടെ. ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ രശ്മിയെ ഒന്ന് കോൺടാക്ട് ചെയ്യും. എന്താണ് ഇതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഇവർ പറയുന്നതൊക്കെ? ഞാൻ അവർ പറയുന്നതൊന്നും എന്താണ് കള്ളത്തരമാണെന്നൊന്നും പറയുന്നില്ല. അവർ പറയുന്നുണ്ട് അവർ ആദ്യമേ പറഞ്ഞതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, ചിലപ്പോൾ ആയിരിക്കാം, നമുക്കറിയില്ല. ഈ പെൺകുട്ടി ആദ്യത്തെയും കുറേ സ്ക്രീൻഷോട്ട്സ് കാണിക്കുന്നുണ്ട്. മറ്റേ ലേഡി അവർ ഓണർ ആണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറേ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ വോട്ടവർ.
അതൊന്നുമല്ല ഞാനിവിടെ ചോദിക്കുന്നത്. അത്രേ വാല്യൂ ഉള്ളോ? 6000 രൂപയുടെ വാല്യൂ ഉള്ളോ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക്? വാല്യൂവിന്റെ കാര്യം ഈ ഓണർ തന്നെ പറയുന്നുണ്ട്, ക്രിയേറ്റേഴ്സിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണെന്ന്. അങ്ങനെ വാല്യൂ കൊടുക്കുന്ന ഒരാൾക്ക് ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ? അതും സർവീസിൽ പോലും. അതെനിക്ക് പിടുത്തം കിട്ടുന്നേ ഇല്ല. 25,000 രൂപ അവര് പൈസ ചോദിച്ചു, പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞു. 14,000 രൂപയുടെ സർവീസാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ 14,000 പോലും ഇത്രയും വലിയൊരു സലൂണിന്റെ ഓണറിന് കൊടുക്കാൻ പറ്റില്ല. കഷ്ടം. എന്താണെങ്കിലും ആദിത്യ തിരിച്ച് വീണ്ടും ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഓരോ സർവീസ് പ്രൈസ് എക്സ്പ്ലെയിൻ ചെയ്തത് മിസ് രശ്മി രാജ് കണ്ടോ? അവിടെ ഇല്ലാതെ ഇരുന്ന താങ്കൾ എങ്ങനെ അത് കണ്ടു? അതിന് നിങ്ങളുടെ സർവീസസ് ചെയ്യണ സ്റ്റാഫ് ഓൾമോസ്റ്റ് വെസ്റ്റ് ബംഗാളീസ് ആണ്. അവർക്കറിയില്ല ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന്, പ്രൊമോഷൻ ചെയ്യാൻ വന്നത് ആണെന്നും. ആൻഡ് ഓൾസോ രശ്മി, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ മോർ തിങ്. ഈ പ്രോബ്ലം ഉണ്ടായി ഞാൻ ഡയറക്റ്റ് സലൂൺ വന്ന് നിങ്ങളുടെ സ്റ്റാഫായിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്നിട്ട് സ്റ്റാഫിനോട് സംസാരിച്ച വോയിസ് ക്ലിപ്പ് കയ്യിലുണ്ടോ? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? എല്ലാം നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ചെന്ന് എന്തോ ഒരു പെശക് തോന്നുന്നല്ലോ ആദിത്യ മോളെ. അല്ല, പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളെ ആർക്കും അറിയില്ല എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്നതെല്ലാം വെസ്റ്റ് ബംഗാളി സ്റ്റാഫ് എന്തോ ആണ്, അതുകൊണ്ട് നിങ്ങളെ ആർക്കും അറിയത്തില്ല, പ്രൊമോഷൻ അവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല. അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഓഫ്കോഴ്സ് സ്ഥാപനത്തിന്റെ ഓണർ അറിയുമല്ലോ നിങ്ങൾ ഇന്ന ദിവസം അവിടെ ചെല്ലുന്നുണ്ടെന്ന്. എന്താണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സിനോട് പറയത്തില്ലേ, ഇതാ ഒരാൾ വരുന്നുണ്ട്, ഇത് കണക്ക് പ്രൊമോഷൻ ആണെന്ന്. ഏതൊരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ ഉടമസ്ഥനാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിനോട് പറയും, ഈ വരുന്ന ആൾ പ്രൊമോഷന് വരുന്നതാണ്. അല്ലാതെ ഇരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ. പറയും. പിന്നെ വേറൊരു കാര്യം, ഈ പ്രൊമോഷന് ചെല്ലുമ്പോൾ ഈ വീഡിയോ പ്രൊമോഷൻ അല്ലേ, വീഡിയോ എടുക്കുന്നില്ലേ? അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവത്തില്ലേ? അല്ല, അതെനിക്ക് പിടി കിട്ടിയില്ല കേട്ടോ മോളെ. എഴുതിയിട്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടേക്കോ ഒരു ഇച്ചിരി പെശക് ഫീൽ ചെയ്യുന്നല്ലോ കുട്ടാ. ഞാൻ ബാക്കി വായിക്കാം. ആൻഡ് ഓൾസോ രശ്മി, ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ മോർ തിങ്. ഈ പ്രോബ്ലം ഉണ്ടായി ഞാൻ ഡയറക്റ്റ് ആയി അവരോട് ഞാൻ നേരെ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു. ഈ പ്രോബ്ലം ഉണ്ടായി ഞാൻ ഡയറക്റ്റ് സലൂൺ വന്ന് നിങ്ങളുടെ സ്റ്റാഫായിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അവരോട് നിങ്ങൾ നേരത്തെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദ നെക്സ്റ്റ് ഡേ ആണ് 7,000 ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ബാലൻസ് എമൗണ്ട് എന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞത്. ആൻഡ് ഇത് നിങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞത് നിങ്ങൾ ആരോടും കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ന്യായീകരിക്കാൻ നടക്കാതെ അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് അറ്റ്ലീസ്റ്റ്. മോളെ ആദിത്യേ, എന്തൊക്കെയോ നീ ആ ഡയറക്റ്റ് ചെന്ന് സംസാരിച്ചപ്പോൾ നീ അത് റെക്കോർഡൊക്കെ ചെയ്തല്ലേ? വോട്ട് എവർ, അത് നീ ഒരു പ്രൂഫിന് വേണ്ടി എടുത്തതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിടുന്നു. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞ് നാറുന്നു മോള് പറയുന്നതിനകത്ത്. പക്ഷെ നിന്നോട് അവർ ചെയ്തത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഉടമസ്ഥ, അത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുക്കൽ ഈ 6,000, ഇപ്പോൾ പറയുന്നത് 7,000, വോട്ട് എവർ, 6 7 അത്രേ ഡിസ്കൗണ്ട് തരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ ബാട്ടോ കൊളാബിന്, എൻ്റെ അറിവിൽ ബാട്ടോ കൊളാബ് എന്ന് പറയുമ്പോഴത്തേക്ക് സർവീസസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിനകത്തല്ലാതെ ഡിസ്കൗണ്ടും പരിപാടിയൊന്നും അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ രശ്മി എന്ന് പറയുന്ന വ്യക്തി ചേച്ചി ചെയ്തത് എനിക്കത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ചെയ്തത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംതിങ് ഈസ് റോങ് സംവെയർ എന്നൊരു സാധനം എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സംതിങ് ഈസ് റോങ് സംവെയർ. ചിലപ്പോൾ എനിക്കറിയില്ല ആ പെൺകുട്ടി ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വാല്യൂ കൊടുക്കുന്നു പറഞ്ഞിട്ട് ഈ 6,000 7,000 രൂപയുടെ അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും യോജിക്കാൻ പറ്റത്തില്ല. ഇനി എന്തായാലും നമുക്ക് ഈ രശ്മിരാജിൻ്റെ അക്കൗണ്ടിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ എന്താ സംഭവം? രശ്മിരാജ് 24.9K ഫോളോവേഴ്സ്. രശ്മിരാജ്, ഇതാണ് രശ്മിരാജ്. രശ്മിരാജ് ചേച്ചി, നിങ്ങൾ അവിടെ ഇരിക്കൂ. നിങ്ങളുടെ 10th ആനിവേഴ്സറി ആണല്ലേ? 10 years ഓഫ് ഹാപ്പിനെസ്, ലവ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചിട്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം എല്ലാം വെസ്റ്റ് ബംഗാളി അല്ലെങ്കിൽ വേറെ അന്യ സംസ്ഥാനക്കാരാണ് ജോലിക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്യാവശ്യം വലിയ സ്ഥാപനം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ, നല്ല രീതിയിൽ തന്നെ പോട്ടെ. അപ്പോൾ ഇതാണ് രശ്മി ചേച്ചി. എന്താ ഇത് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെൺകുട്ടിയുടെ ആദിത്യയുടെ ചാറ്റാണ്.
25K 1 reel collaboration 2 stories Instagram YouTube Facebook 3 പ്ലാറ്റ്ഫോമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഓക്കെ 25K ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ? അയ്യോ അത് ചെറിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് അവരിതാ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെ അങ്ങോട്ടാണ് ആദിത്യ വീണ്ടും മെസ്സേജ് അയക്കുന്നത്. ഹേ ഹലോ ആർ യു അവൈലബിൾ ഫോർ എ ബാട്ടർ കൊളാബ്? കാറ്റ് ഐ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യോ? കാറ്റ് ഐ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുമോ? യെസ് മാം വി ക്യാൻ ഓൾസോ എന്ന് പറഞ്ഞ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങോട്ടേക്കാണ് മെസ്സേജ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ രശ്മിരാജിനെ എന്തിനാണ് നമ്മൾ അധികം പോർട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ലീവ് ഇറ്റ്. അപ്പോൾ എന്താണെങ്കിലും മോളെ ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ്, നീ എന്തിനാണ് അങ്ങോട്ടൊരു സാധനം അയച്ചു, അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഓക്കെ താങ്ക് യു പറഞ്ഞ് വിട്ടു, പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം? നീ പറയുന്ന വാല്യൂ, കണ്ടന്റ് ക്രിയേറ്റർ വാല്യൂ നിനക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പിന്നെ അങ്ങോട്ടേക്ക് പുറകെ ചോദിച്ചുകൊണ്ട് പോകത്തില്ല. ഇത് നീ അങ്ങോട്ടേക്ക് പോയി, അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നിനക്ക് വില തന്ന് കാണത്തില്ല. പിടികിട്ടിയോ? നീ പുറകെ ചെന്നുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നിനക്ക് വില തന്ന് കാണത്തില്ല. പിന്നെ അവർ വില തന്നു എന്നൊക്കെ പറയുന്നത് എനിക്കത് വളരെ ജെന്യൂൻ ആയിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഈ 6000-7000 രൂപയുടെ പരിപാടിയും കൊണ്ട് ഇറങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെയാണ് ഓടാണ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ് നോക്കിയും കണ്ടുമൊക്കെ പോവുക. കറക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് സെറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിടികിട്ടിയോ? അതുപോലെ തന്നെ ഈ ബ്രാൻഡുകളുടെ ഓണേഴ്സിനോടാണ് വെറുതെ ഒന്നും ആരും ചെയ്തു തരത്തില്ല, നല്ല പൈസ കൊടുക്കണം. പിടികിട്ടിയോ? പ്രത്യേകിച്ച് ഒരു 10,000 ആണെങ്കിലും ശരി, 12,000 14,000 ആയിക്കോട്ടെ, വോട്ടവർ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടും. ഒരു വീഡിയോ, പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചിലപ്പം 1 ലക്ഷം 2 ലക്ഷം ആൾക്കാരിലേക്ക് എത്തുക. അതുവഴി നിങ്ങൾക്ക് കച്ചവടം നടക്കും. ബ്രാൻഡ്സിൻ്റെ ഓണേഴ്സിനോടാണ് കച്ചവടം നടക്കും. അതുകൊണ്ട് തന്നെ ഇത് കച്ചവടമാക്കി തരാൻ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു കണ്ടന്റ് ക്രിയേറ്ററിന് അത്യാവശ്യം പൈസ കൊടുത്തേ പറ്റുള്ളൂ. അത് പറ്റാത്തവർ പരിപാടിക്ക് നിൽക്കാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.